കണ്ണൂർ സർവകലാശാലയിൽ കാവ്യവൽക്കരണം എന്നാരോപിച്ച് SFI ആരോപണ വിധേയനായ അധ്യാപകനെ സ്റ്റുഡന്റ് അമ്യൂണിറ്റി സെന്ററിൽ നിയമിച്ചതിനെതിരെയാണ് പ്രതിഷേധം. SFI സംസ്ഥാന സെക്രട്ടറി P. സഞ്ജീവിന്റെ നേതൃത്വത്തിൽ സർവകലാശാലയ്ക്ക് മാർച്ച് നടത്തുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. അവിടെ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, സംഘർഷാവസ്ഥയുണ്ടോ അവിടെ ഇപ്പോൾ? നേരിയ രീതിയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഒന്നാം വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ഈ ജലപീരങ്കി പ്രയോഗം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും വൽക്കരണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ SFIന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ശക്തമാക്കിയിട്ടുള്ളത്. DYFI സംസ്ഥാന സെക്രട്ടറി SFI സംസ്ഥാന സെക്രട്ടറി P. സഞ്ജീവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നത്. ഇപ്പോൾ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കാൻ തുടങ്ങുകയാണ്. അതിന് മുമ്പിലുള്ള മുന്നോടിയായിട്ടുള്ള സൈറനാണ് ഇപ്പോൾ മുഴക്കിയത്. എന്തായാലും സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ പോണ്ടിച്ചേരി സർവകലാശാലയിലെ ആരോപണ വിധേയനായ ഒരു അധ്യാപകനാണ് ഇത്തരത്തിൽ സ്റ്റുഡന്റ് അമ്യൂണിറ്റി സെന്ററിൽ കഴിഞ്ഞ ദിവസം നിയമിച്ചത്. ഇത് വലിയ രീതിയിലുള്ള സംഘവൽക്കരണമാണ് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമായും SFIയുടെ നേതാക്കൾ ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഈ സർവകലാശാലയിൽ മറ്റു കോഴ്സുകൾക്കുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. അതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും SFIയുടെ നേതൃത്വത്തിൽ 100ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പ്രതിഷേധം ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഇവിടെ ബാരിക്കേഡ് തീർത്ത ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കിയിട്ടാണ് ഉള്ളത്. അത് മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ അധ്യാപകന്റെ നിയമനം എത്രയും വേഗം തന്നെ ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കാരണവശാലും കാവ്യവൽക്കരണം സർവകലാശാലയിൽ അനുവദിക്കില്ല എന്നുള്ള മുഖ്യവാക്യമാണ് SFI പ്രവർത്തകർ SFI നേതാക്കൾ ഒന്നടങ്കം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധങ്ങൾ കടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നേരിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മഴയെ വിദ്യാർത്ഥി പ്രതിനിധികൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പ്രതിഷേധം കടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകർ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോപണ വിധേയനായ അധ്യാപകനെ എത്രയും വേഗം അദ്ദേഹത്തിന്റെ നിയമനം ഉൾപ്പെടെ റദ്ദ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒരു കാരണവശാലും ഈ അധ്യാപകന്റെ നിയമനവുമായി മുന്നോട്ട് പോകാനാണ് ഈ സർവകലാശാലയുടെ തീരുമാനമെങ്കിൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേരിടുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ SFIയുടെ നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. എന്തായാലും ഫീസ് വർധനവിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല, കോളേജുകളുടെ അതായത് പ്രൈവറ്റ് കോളേജുകളുടെ അഫിലിയേഷൻ ഉൾപ്പെടെയുള്ള ചില ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും SFI ഇപ്പോൾ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധങ്ങൾക്കൊട്ടും കുറവില്ല. കണ്ണൂർ സർവകലാശാലയിൽ കാവ്യവൽക്കരണം എന്നൊരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. SFI സംസ്ഥാന പ്രസിഡന്റ് SFI സംസ്ഥാന സെക്രട്ടറി P. സഞ്ജീവന്റെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോയലിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള വലിയ സംഘമാണ് ഇത്തരത്തിൽ പ്രത്യക്ഷ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസ് ഒന്നാം വട്ട ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പ്രതിഷേധം ഭയം വന്നിട്ടില്ല. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് SFI പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാവ്യവൽക്കരണത്തിനെതിരെ എന്ത് നിലയിലും ഇത്തരത്തിൽ പ്രതിഷേധം കനപ്പിക്കുമെന്ന് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. മായ, ശരി, ജോസഫാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ കാവ്യവൽക്കരണം എന്ന് ആരോപിച്ച് SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. ആരോപണ വിധേയനായ അധ്യാപകനെ സ്റ്റുഡന്റ് അമ്യൂണിറ്റി സെന്ററിൽ നിയമിച്ചിരിക്കുന്നു. ഇതിനോടാണ് പ്രതിഷേധം. എത്രയും വേഗം നിയമനം റദ്ദു ചെയ്യണമെന്നാണ് SFI ആവശ്യപ്പെടുന്നത്.